രാവിലെ മുതൽ തന്നെ കളറാണ് ഇവിടെ കാര്യങ്ങൾ. ഫുൾ ഓളം, ഫുൾ വൈബ്, ഒരു പൂരം വൈബിന് തന്നെ. നമുക്കറിയാം ഇലഞ്ഞിത്തറ മേളങ്ങളൊക്കെ താളം പിടിക്കുമ്പോൾ എല്ലാവരും കൈകൾ ഉയർത്തി ഒരേ താളത്തിൽ ഒരേ ആട്ടത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് തൃശ്ശൂരിലെ എല്ലാവരും. ഇവിടെ കലോത്സവം കാണാനെത്തിയ ആളുകളും അതേ വൈബിൽ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങിലെ ഹൈലൈറ്റുകൾ, ഇന്ന് രാവിലെ മുതൽ ഇവിടെ കളറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നറിയാൻ പറയാൻ വേണ്ടി നമ്മുടെ ഒപ്പം മേഘമാധവനും സ്വാതി സന്തോഷും കൂടെ ചേരുന്നുണ്ട്. സ്വാതി, മേഘ, ഏതായാലും കളർഫുള്ളാണ് കാര്യങ്ങൾ. അരങ്ങെല്ലാം ഉണർന്നു കഴിഞ്ഞു, ഔദ്യോഗിക ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു. അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ഇങ്ങനെ ഏതൊക്കെ വേദിയിൽ ഏതൊക്കെ മത്സരങ്ങളാണ് ഇന്ന് വരുന്നത്? വിനിഷ, 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം, അതായത് 250 ഇനങ്ങളാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. 15,000-ഓളം മത്സരാർത്ഥികൾ ഇതിനോടകം തന്നെ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ ആ പൂരാവേശം ഉൾക്കൊണ്ടുകൊണ്ട് മത്സരാർത്ഥികളും രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ ഇത് കാണാൻ വേണ്ടി തൃശ്ശൂർ മൊത്തം ഈ ഇടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ നേരത്തെ വിനിഷ പറഞ്ഞ പോലെ തന്നെ ഈ മത്സരത്തെ അല്ലെങ്കിൽ ഈ കലയൊക്കെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ചില കൂട്ടർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയവൽക്കരിക്കുന്ന ആ ശ്രമങ്ങളെയെല്ലാം തള്ളി തകർത്തുകൊണ്ട് പുതുതലമുറ കലയെ നെഞ്ചേറ്റിക്കൊണ്ടു പോകുന്ന പുതുതലമുറയാണ് മുന്നോട്ടുള്ള ദിനങ്ങൾ. ഇനി വരുന്ന 5 ദിവസവും അത്തരത്തിൽ മത്സരാർത്ഥികളുടെ ആ പൂരാവേശത്തിൽ തന്നെ മത്സരാർത്ഥികൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ജാതി മതഭേദങ്ങളെയെല്ലാം ഭിന്നിച്ചുകൊണ്ട് കല എന്ന് പറയുന്ന മനുഷ്യത്വത്തിൻ്റെ അനുഭവം മാത്രം മുന്നിലേക്ക് കണ്ടുകൊണ്ടുള്ള പുതിയ തലമുറയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് തൃശ്ശൂരും ഈ ആവേശത്തെ അല്ലെങ്കിൽ കലോത്സവത്തെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജയിക്കുന്നവർ മാത്രമല്ല, ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് കല. ആ കലയെ നാട് നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തൃശ്ശൂർ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. വലിയ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി എല്ലാ വേദികളും സജ്ജീകരിച്ചുകൊണ്ട് കുട്ടികൾക്കും അതോടൊപ്പം മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കാണികൾക്കുമെല്ലാം എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഉറപ്പാക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു നേതൃപാടവം കൂടി ഈ സംസ്ഥാന കലോത്സവത്തിന് കൂടുതൽ മാറ്റേകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മേഘ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാവിലെ മുതൽ വലിയ ആവേശത്തിലാണ് തൃശ്ശൂർ മുന്നോട്ട് പോകുന്നത്. മേഘ, സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ കലാമേളം കൊട്ടിക്കയറുകയാണ് തൃശ്ശൂരിൽ. ഓരോ വേദികളായി ഉണർന്നു കഴിഞ്ഞു. ഉദ്ഘാടന മത്സരത്തിന് ശേഷം പ്രധാന വേദിയിൽ നടക്കാൻ പോകുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ട മത്സരമാണ്. അതിനു പിന്നാലെ ഏറ്റവും കളർഫുള്ളായ സംഘനൃത്തം ഏതായാലും ഈ വേദി കീഴടക്കും എന്നത് തീർച്ചയാണ്. കലോത്സവ മേളത്തിലെ ഏറ്റവും കളർഫുൾ ഇനമാണ് സംഘനൃത്തം. ആ സംഘനൃത്തത്തിന്റെ കുട്ടികളെ കാണാൻ, ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ കാണാൻ തന്നെ ഒരുപാട് പേരെത്തുന്നു. അതിനൊപ്പം തന്നെ ഭരതനാട്യം മറ്റൊരു സ്റ്റേജിൽ നടക്കുന്നു. ഒപ്പനയും മറ്റൊരു കളർഫുൾ ഇനം തന്നെയാണ് കലോത്സവത്തിന്റെ. അങ്ങനെ പണിയ നൃത്തം ഇത്തവണ ഉണ്ട്. ഗോത്ര വിഭാഗങ്ങളുടെ ഒക്കെ കലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പണിയ നൃത്തമുണ്ട്. അത്തരത്തിൽ എല്ലാ ഇനങ്ങളിലേക്കും വരുമ്പോൾ പല വേദികൾ വലിയ ആവേശത്തോടെ സജ്ജമാകുന്നു. അതിനുവേണ്ടി മത്സരാർത്ഥികൾ എത്തുന്നു, രക്ഷിതാക്കൾ എത്തുന്നു. ഇവർക്കൊക്കെയും ആഹാരമൊക്കെ നൽകിക്കൊണ്ട് ഇവിടുത്തെ സംഘാടനം കൂടി എടുത്ത് പറയണം. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കഴിഞ്ഞ തവണയാണ് ഈ ഗോത്ര കലകളെ നമ്മൾ കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്. അതിന് വലിയ സ്വീകാര്യത കഴിഞ്ഞ കലോത്സവത്തിൽ തന്നെ ലഭിച്ചിരുന്നു. ഏതായാലും ഇന്നത്തെ ദിവസവും ആദ്യം തുടങ്ങിയത് പണിയനൃത്തമാണെന്ന് തോന്നുന്നു. വലിയ തരത്തിൽ പണിയനൃത്തം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തൃശ്ശൂരുകാർ ഹൃദയത്തിൽ തന്നെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. വലിയ ആൾക്കൂട്ടം തന്നെ കാഴ്ചക്കാരായി അവിടെ എത്തിയിട്ടുണ്ട്. ഈ മേളം എനിക്ക് തോന്നുന്നു തൃശ്ശൂരുകാരിതൊരു മറ്റൊരു തൃശ്ശൂർ പൂരമാക്കി മാറ്റുമെന്ന് തോന്നുന്നു. ആൾക്കൂട്ടം കണ്ടില്ലേ, എത്ര തരത്തിൽ പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ മേള കാണാൻ വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്, അല്ലേ സ്വാതി? അതെ, ഇലഞ്ഞിത്തറ മേളം രാവിലെ അത്തരത്തിലൊരു പൂരത്തോടു കൂടി തന്നെയാണ് തുടങ്ങിയത്. വിനിഷ, എന്തായാലും വലിയ ആവേശത്തിലാണ് നമ്മുടെ തൃശ്ശൂർ നഗരം ഒട്ടാകെയും. കാണികളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉച്ചവെയിലാണ്, സൂര്യൻ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. നേരത്തെ മേഘയും സ്വാതിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കലോത്സവ വിശേഷങ്ങൾ കാണാനും അറിയാനും തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തേക്കിൻകാട് മൈതാനത്തേക്ക് നിരവധി ആളുകളാണ് ഈ ഉച്ച സമയത്തും എത്തിയത്. നമുക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ സ്വാതി? ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നേ ഉള്ളൂ. ഇവിടെ രണ്ടുപേരും മുങ്ങാൻ വേണ്ടി തയ്യാറായതാ. ഞാൻ പിടിച്ചു നിർത്തി രണ്ടുപേരെയും കൂടി. എങ്ങനെയുണ്ട് നമ്മുടെ തൃശ്ശൂരിന്റെ കലോത്സവം? അതെ, കണ്ടുവരുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് ഉദ്ഘാടനത്തിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇനി കാണണം, സ്റ്റേജുകളിലേക്ക് പോകണം. ഇരിങ്ങാലക്കുട
പൂരാവസ്ഥയിലാണ്. ഇങ്ങനെ മനസ്സിൽ ഏതെങ്കിലും ഐറ്റം കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് വന്നതാണോ? ഇന്ന് സംഘനൃത്തമുണ്ട്, ഭരതനാട്യം, ഒപ്പന, ഏതെങ്കിലും മനസ്സിലുണ്ടോ പ്രധാന പരിപാടികൾ കാണണം. അതോടൊപ്പം തന്നെ ഇന്ന് പിണറായി വിജയൻ സഖാവിൻ്റെ ഉദ്ഘാടനം കാണുന്നുള്ള മുഖ്യമന്ത്രി കാണാൻ വേണ്ടി, അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി പ്രത്യേകം വന്നതാണ്. തീർച്ചയായിട്ടും അതായിരുന്നു പ്രധാനം. ഈ പരിപാടികളും കാണണം. പരിപാടികൾ കാണണം. വീടെത്തും വേണം. അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. മോൻ സ്കൂളിൽ നിന്ന് എത്തുന്നതിന് മുന്നേ വീടെത്തണം, അതിനു മുന്നേ മുഖ്യമന്ത്രിയെ കാണണം, വിവിധ വേദികളിൽ പോകണം, എന്തെല്ലാം പരിപാടികളുണ്ട് എന്നുള്ളതൊക്കെ അറിയണം. അങ്ങനെ ആവേശത്തിലാണ് തൃശ്ശൂരുകാരൊക്കെയും. മേഘ, ഏതായാലും വിൻഷ, ഓരോ വേദികളിലായി മത്സരം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഈ ആദ്യ ദിവസം തന്നെയാണ് ഈ വലിയ തിരക്ക്. സാധാരണ ഒരു ദിവസം കഴിഞ്ഞ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ ദിവസം എത്തുമ്പോഴാണ് മേളം വലിയ തരത്തിലൊന്ന് കൊഴുക്കുക. എന്നാൽ തൃശ്ശൂർ അങ്ങനെയല്ല. ആദ്യ ദിവസം തന്നെ വലിയ തരത്തിൽ ആൾക്കൂട്ടം, കാഴ്ചക്കാർ, ആസ്വാദകരൊക്കെ തന്നെയും ഈ പ്രധാന വേദിക്ക് അരികിലേക്കൊക്കെ തന്നെയും എത്തുന്നു എന്നതാണ് തൃശ്ശൂരിൻ്റെ ഒരു ആവേശം കാണിക്കുന്നത്. ഒരുപാട് ആളുകൾ, നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാമെന്ന് തോന്നുന്നു. ഏത് പരിപാടി, തൃശ്ശൂരിന്റെ കലോത്സവം എങ്ങനെയുണ്ട്? തുടക്ക ദിവസം അടിപൊളിയാണോ? തൃശ്ശൂർ ഗംഭീരല്ലേ, പൂരം പോലെയാണ് ഇപ്പോൾ കാണുമ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരിന്റെ പ്രതീതി മറ്റൊരു പൂരായി മാറിയല്ലേ ഇന്ന് കാണുമ്പോൾ. അതെ, നമ്മൾ പ്രത്യേകിച്ച് ചേർപ്പുകാരൻ പെരുവനക്കാരനാണ് ഞാൻ. പെരുവനം കുട്ടന്മാരെ ഉൾപ്പെടെയുള്ള മേളക്കലാകാരന്മാരുടെ നാട് നമ്മുടെ നാട്. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവമ്പാടി നമ്മുടെ മഠത്തിൽ വരേണ്ട ഒരു സമയമാണ്. അതുപോലെയാണ് ഇവിടെ തോന്നുന്നു മോഹിനിയാട്ടം. ഒരു മേളം കൊണ്ടാണ് തുടങ്ങിയതല്ലേ, കുടമാറ്റം എല്ലാം. മറ്റൊരു ചെറിയൊരു പൂരം, പിന്നെ കലാമണ്ഡലത്തിന്റെ നൃത്തം ഗംഭീരായി, അതിമനോഹരം. ഇതിനും കൂടുതലൊന്നും തൃശ്ശൂരിൻ്റെ ഒരു കൺസെപ്റ്റാണ് അതിൻ്റെ ഒരു, പ്രത്യേകിച്ച് തേക്കിങ്ങാട്ട് മൈതാനത്ത് ശക്തൻ നമ്പർ ഉണ്ടാക്കി ഇതിലുള്ള കൺസെപ്റ്റിലെ ഏറ്റവും വലിയൊരു മഹത്തായൊരു കലോത്സവത്തിന് എല്ലാ ശക്തം. ഏതായാലും മറ്റൊരു പൂരമാണ് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. വിനിഷ, ഇനിയുള്ള ദിവസം പൂരം കുറച്ചുകൂടി ആവേശത്തിലേക്ക് എത്തും എന്നത് തീർച്ചയാണ്. യെസ്, അത് തന്നെയാണ് മേഘ. ഏതായാലും തൃശ്ശൂരുകാരെ സംബന്ധിച്ച് കാഴ്ചകൾ എത്ര കണ്ടാലും മടുക്കാത്തവരാണ്. ഓരോ ദിവസവും ഓരോ വർഷവും കാണുന്നത് ഒരേ തൃശ്ശൂർ പുര, ഒരേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ഒരേ വടക്കുന്നാഥൻ, ഒരേ കുടമാറ്റം, ഒരേ തിരുവമ്പാടി ഭാഗം, ഒരേ പാറമേക്കാവ് ഭാഗം. അപ്പോൾ ആ കാഴ്ചകൾ എത്ര കണ്ടാലും മടുക്കില്ല. എല്ലാ വർഷവും കാണുന്നത് ഇതേ കാഴ്ചകൾ തന്നെയല്ലേ എന്ന് തൃശ്ശൂരുകാരോട് ചോദിച്ചാൽ, ഓരോ തവണ കാഴ്ചകൾ കാണുന്നതും അത് ഹൃദയം കൊണ്ടാണ്, കണ്ണുകൾ കൊണ്ട് മാത്രമല്ല, അത് ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ടാണ് തൃശ്ശൂരുകാർ ഓരോ കാഴ്ചകളും കാണുന്നത്. കലയോടുള്ള തൃശ്ശൂരുകാരുടെ സമീപനം ആ രീതിയിലാണ്. അപ്പോൾ കലോത്സവം, 64ാമത് കലോത്സവം തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അതിന് അക്ഷരാർത്ഥത്തിൽ തന്നെ തൃശ്ശൂരുകാർ ഏറ്റെടുത്തു കഴിഞ്ഞു.